കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നു, പഞ്ചായത്തിന് കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പയർ നോക്കിയതാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ടെറസിലാണ് നട്ടിരിക്കുന്നത്. പയർ നീളം പയറാണിത്. ഇത് വെണ്ടയ്ക്കാണ്. ഒരു കവറിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. വീടിൻ്റെ ഈ ടെറസിൻ്റെ ഒരു ഭാഗത്താണ്. ഇത് കൈപ്പക്കൻ്റെ തൈയാണ്. ഇത് ഇപ്പം അടുത്ത് ഞാൻ നട്ടിട്ടുള്ളൂ. ഇത് വിത്ത് മുളപ്പിച്ചിട്ട് തൈ ആക്കിയത്. ഇതിൻ്റെ തൈകൾ കുറേ ഉണ്ട് ഇങ്ങോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് കവർക്ക് ഞാൻ ഇങ്ങനെ മാറ്റിയതാണ്. ഇത് ഇലകളൊക്കെ വരൽ തുടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ വേറൊരു കൈപ്പക്കൻ്റെ തൈ വരുന്നുണ്ട്. ഇത് വെണ്ടക്കൻ്റെ ചെടിയാണ്. ഇത് വെള്ളരി ഉണ്ടായിക്കണേ. വെള്ളരി കാണിച്ചു തരാം. ഇത് വെള്ളരിൻ്റെ പൂവാണ്. അതേപോലെ ഇതിൽ കായൊക്കെ ഉണ്ട്. കുറേ കായകളൊക്കെ വെള്ളരിൻ്റെ വന്നിക്കണേ. പിന്നെ എന്താ വെണ്ടയ്ക്കൻ്റെ ചെടി. എല്ലാത്തിന്മേലും ഉണ്ടാവൽ തുടങ്ങിക്കണ്. ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തയ്യാറായിരുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് അപ്പുറത്തായിട്ടാണ് നട്ടിട്ടുള്ളത്. നീളമ്പയർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക് പൊട്ടിക്കാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാനുള്ള പ്രായമായിക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിക്കണത് കാണിച്ചു തരാം. ഒന്ന് പൊട്ടിക്കട്ടെ. ഇത് തണ്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് മുറിക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തിൻ്റെന്ന് അറിയില്ല, മത്തനാണോ കുമ്പളാണോന്ന് അറിയില്ല. ഇത് ഉണ്ടായിട്ട് നോക്കാം. ഇനി അപ്പുറത്തുണ്ട് കുറച്ച് തൈകൾ. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഇത് ഞാനുണ്ടാക്കിയ കിളിക്കൂടാണ്. പയറിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ കിളികളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചെടികളൊക്കെ. ഇതും വെള്ളരി തന്നെയാണ്. ഇത് അടിയിലേക്കാണ് ഞങ്ങൾ പടർത്തണത്. ഇതിലിങ്ങനെ പടർന്ന് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടുത്തത് ഞാൻ മേലിൽ നിന്നാണ് കാണിച്ചു തരുന്നത്. നേരെ അടിയുള്ള പയറിൻ്റെ ഇതാണ്. അത് ഞാൻ അടി വന്നിട്ട് കാണിച്ചു തരാം. ഇതാ ഇതിൽ ഞാൻ വിത്ത് പാകിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലൊക്കെ തക്കാളി നട്ടാൽ നല്ല വിളവ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, അങ്ങനത്തെ സാധനമൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ നട്ടാൽ വേഗം പൊടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ തക്കാളി ഇങ്ങനെ നട്ടു നോക്കിയതാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ പൊട്ടിച്ച്. ഇതാ വെണ്ടയ്ക്ക് പയറും. വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഞാനിത് നട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പച്ചക്കറികളാണ്. പിന്നെ ഇത് വേറൊരു പയറാണ്. ഇതാ വയലറ്റ് പൂവൊക്കെ ഉള്ള
ഇത് ഞാൻ താഴത്തുണ്ടാക്കിയതാണ്. ഇതാ പയറുണ്ടായിക്കണേ. ഇതിങ്ങനെ പടർന്ന് അങ്ങനെ പോവാണ്. അത് ഇത് കൂർക്കൻ്റെ തൈയാണ്. കൂർക്കൻ്റെ തൈ നമ്മുടെ അങ്ങനെ കുഴിച്ചിട്ടതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു നാരങ്ങ തൈ ഉണ്ട്, ചെറുനാരങ്ങൻ്റെ. അത് വലുതായി വരുന്നതേ ഉള്ളൂ. ഇത് രണ്ടും ഞാൻ കുഴിച്ചിട്ടതാണ്. നേരത്തെ കുറേ കൈപ്പക്കൻ്റെ തൈകൾ കുഴിച്ചിട്ടിരുന്നു എന്നുള്ളത്. കൈപ്പക്കൻ്റെ വിത്ത് എന്നിട്ട് അത് പടർന്ന് കുറേ ഉണ്ട്. ഇവിടെ തന്നെ ഞാൻ കുഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കവർക്കൊക്കെ മാറ്റി കുഴിച്ചിട്ടിങ്ങനെ. ഇത് അവിടെ ഒക്കെ ഉണ്ട്. കുറേ വിരിഞ്ഞ കൈപ്പൊക്കെ ഇനിയും വിരിയാനുണ്ട്. ഇതവിടെ ഒക്കെ ഉണ്ട്. ഇത് പൂളേൻ്റെ തൈ ഇവിടെ ഉണ്ടായതാണ്. പൂളേൻ്റെയും കൊമ്പ് ഞാൻ കുറേ കുഴിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ അനിയൻ കുഴിച്ചിട്ടതാണ്. ഇത് മൾബറിൻ്റെ തൈയാണ്. ഞാനും എൻ്റെ അമ്മയും കൂടി കുഴിച്ചിട്ടതാണ്. ഇത് മാമിൻ്റെ അവിടെ നിന്ന് കൊന്നതായിരുന്നു. ഇതിമ്മ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കണേ. മൽബറൊക്കെ ഉണ്ടാവില്ല തുടങ്ങിയിരിക്കണേ. ഈ വാഴത്തൈ ഞാനും എൻ്റെ അപ്പയും കൂടി നട്ടതായിരുന്നു. അതിന്മേൽ കൊലൊക്കെ വന്നിക്കണേ. അപ്പം അത് ഞാൻ മേലെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ വാഴക്കാല. ഇതിൻ്റെ കൂമ്പ് ഞങ്ങൾ വെട്ടി ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു. ഇത് പയറുമ്പോൾ നല്ല ഉറുമ്പുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഉറുമ്പൊക്കെ ഇതിമൊക്കെ പയറുമൊക്കെ വേഗം ഉറുമ്പ് വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ ഒരു തുള്ളി സെർക്കി വെച്ചുകൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത്. നല്ല തിളച്ചെടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇതിമ അല്ലെങ്കിൽ നിറച്ച് ഉറുമ്പുകളായിരുന്നു. പയറൊക്കെ കേടായിരുന്നു. അപ്പോൾ ഉറുമ്പൊന്നും അധികം കാണില്ല. ഒന്നോ രണ്ടോ ഉറുമ്പൊക്കെ കാണാനുള്ളൂ. ഇത് കുരുമുളകിൻ്റെ തൈയാണ്. ഇത് പൊടിച്ച് വരണുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായ മാതള നാരങ്ങൻ്റെ മരമാണ്. മാതള നാരങ്ങ കുറേ ഉണ്ടായിക്കണേ. ഇതാ ഇത് കുറേ ഞങ്ങൾ തിന്നിന്ന്. ഇത് നല്ല ടേസ്റ്റാണ്. സാധാ പോലെ തിന്നാൻ ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളധികം ഉപ്പും മുളകൊക്കെ വെളിച്ചെണ്ണയും കൂടി തേച്ചിട്ടാണ് തിന്നൽ. ഇത് ക്യാൻസറിനൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കൊച്ചു കൃഷിത്തോട്ട കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ കാണാം. ബൈ.